എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല ടൗണിന് സമീപമുള്ള മനോഹരമായ ഒരു വീടാണ്. പാല കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രമായിട്ടുള്ള ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീട്. 14 സെൻറ്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒറ്റ നല്ല വീടാണ്. ഈ വീടിന് 4 ബെഡ്റൂമുകളാണുള്ളത്. മുറ്റം ഇതുപോലെ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഭംഗിയാക്കിയിട്ടുണ്ട്. മുകൾ ഭാഗം ട്രസ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. പാല കുറലങ്ങാട് മെയിൻ റോഡിൽ നിന്നും ഏകദേശം 300 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. തൊട്ടുമുകളിൽ കാണുന്നൊരു ബസ് റോഡാണ്. വലിയൊരു കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണിത്. 2100 സ്ക്വയർ ഫീറ്റ്, 14 സെൻറ്റ് സ്ഥലം, നല്ല വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. വെള്ളപ്പൊക്കമൊന്നും ഒരു കാലത്തും ബാധിക്കാത്ത നല്ലൊരു പ്രദേശത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. കിണർ വെള്ളമാണ് ഇവിടെയുള്ളത്. വീടിൻ്റെ ഗേറ്റ് വരെ ടാർ റോഡ് നൽകിയിരിക്കുന്നു. മുറ്റത്ത് ഇവിടെ സൈഡിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. RC പള്ളിയിലേക്ക് വെറും 150 മീറ്റർ മാത്രമാണ് ദൂരം. പാല ടൗണിലേക്ക് 1.5 കിലോമീറ്റർ നമ്മുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തുണ്ട്. തൊട്ടടുത്ത് തന്നെ അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പാലയിലെയും പരിസര പ്രദേശങ്ങളിലെയും സ്കൂൾ ബസ്സുകളെല്ലാം നമ്മുടെ വീടിന് തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുണ്ട്. മെയിൻ ഹൈവേയിൽ നിന്ന് കിടക്കുന്ന അടുത്ത ബൈ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. തൊട്ട് മുകൾ ഭാഗത്ത് കാണുന്നത് റോഡാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ വീട്. മുറ്റത്ത് മാവ് തൈയൊക്കെ നട്ടിട്ടുണ്ട്. നമുക്കത് ഈ വീടിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണാം. നല്ല വിശാലമായൊരു മുറ്റമാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. ഒരു 6-7 കാറുകൾ വന്നാലും പാർക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. കിച്ചന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറാണിത്. കിണർ വെള്ളമാണ്. ഈ ഭാഗത്ത് കിണർ വന്നിരിക്കുന്നു. വെള്ളത്തിനൊരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയാണ്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗം മുഴുവൻ നാച്ചുറൽ ഓട് കൊണ്ട് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വിശാലമായ ഏരിയ ഇവിടെ ഉള്ളത്. ഡ്രസ്സൊക്കെ വിരിച്ചിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഈ ഒരു ഭാഗത്തായി ചെറിയൊരു പർഗോള കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹാളിലേക്ക് നല്ല ലൈറ്റ് കിട്ടാവുന്ന പോലെ ഒരു പർഗോള കൊടുത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ വീടിൻ്റെ പുറകുവശമാണിത്. ഇവിടെ ഒരു കോർട്ട്യാർഡ് ഏരിയ പോലെ ഒരു വരാന്ത കാണാം. നമ്മുടെ ഡൈനിങ് ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് തൊട്ടടുത്ത ഹോസ്പിറ്റലായ മരിയൻ മെഡിക്കൽ സെൻ്ററിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. മാസിരിബ മെഡിസിറ്റിയിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം. ബ്രില്യൻറ്റിലേക്ക് 4 കിലോമീറ്ററുമാണ് ദൂരം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുള്ള മനോഹരമായ ഏരിയയാണ്. സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇഷ്ടംപോലെ അടുത്തടുത്തുണ്ട്. നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ബസ് റോഡിൽ നിന്ന് ഹൈവേയിൽ നിന്ന് വെറും 300-350 മീറ്റർ മാത്രമാണ് ദൂരം. നമ്മൾ കോമ്പൗണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞ് വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് ഇന്ന് പോകാം. നല്ല വീതിയേറിയ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയേറിയ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. കടന്നു വരുന്നത് വലിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് LED സ്ട്രിപ്പുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ്. 14 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു 4 ബെഡ്റൂം വീടിന് ചോദിക്കുന്ന വില 99 ലക്ഷം രൂപയാണ്. ഇതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ഇവിടെ നമ്മൾ ലിവിങ്ങിൽ നിന്ന് കിടക്കുന്ന അടുത്ത ഹാളാണ്. നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയും അതുപോലെ ഡൈനിങ് ഏരിയയും ഒക്കെ വരുന്ന വലിയൊരു ഹാള്. 2 ബെഡ്റൂമുകൾ ഇവിടെ ഇരുവശത്തുമായി വരുന്നു. വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂംസ് നൽകിയിട്ടുണ്ട്. വലിയ ജനലുകളൊക്കെ നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമ്മുടെ ബാത്റൂംസിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിയ ബെഡ്റൂമുകളാണ്. 2 സൈഡിലും ജനലുകളൊക്കെ നൽകിയിട്ടുണ്ട്. വലിയൊരു ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാല ടൗണിനടുത്ത് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഹാളിൽ നിന്ന് പുറത്തേക്കൊരു ഡോർ കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മൾ മുമ്പേ പുറകുവശത്ത് കണ്ട ഒരു വരാന്ത. ഒരു കോർട്ട്യാർഡ് ഏരിയയൊക്കെ പോലെ ആക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാം ഇതുപോലെ വലിയ ബെഡ്റൂമുകളാണ്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു.
ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സെറ ബ്രാൻഡാണ് മൊത്തം ഇവിടെ സാനിറ്ററി വെയർസ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീട് നൽകിയിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാം ഇതുപോലെ നല്ല വലിയ ബെഡ്റൂമുകളാണ്. ഇനി ഈ വീടിൻ്റെ കിച്ചണാണ് നമ്മൾ കാണുന്നത്. നല്ല വലിപ്പമേറിയ കിച്ചണാണ്. കബോർഡ് വർക്കുകൾ മുഴുവൻ തേക്കിൻതടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമേറിയ കിച്ചണും കൂടാതെ ഒരു വർക്ക് ഏരിയയും കൂടിയുണ്ട്. ധാരാളം കബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പതിനാല് സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില 99 ലക്ഷം രൂപയാണ്. അതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളൊരു താഴെക്കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു വീട് വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.